അർദ്ധരാത്രിയുടെ നിശ്ശബ്ദതയെ ഭേദിച്ച് ആയിരക്കണക്കിന് തേനീച്ചകളുടെ മൂളക്കം പോലെ ഒരു ശബ്ദം ദൂരെ നിന്ന് കേട്ടുതുടങ്ങുന്നു. അത് വെറും ശബ്ദമല്ല, ആധുനിക യുദ്ധഭൂമിയുടെ ഗതി മാറ്റാൻ പോകുന്ന ഡ്രോണുകളുടെ ചിറകടിയാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയുമായി ഇസ്രായേൽ, മറുവശത്ത് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ പുല്ലുപോലെ അവഗണിച്ച് സ്വന്തം പ്രതിരോധ കോട്ട കെട്ടിപ്പടുത്ത ഇറാൻ. ഇത് വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് രണ്ട് തന്ത്രങ്ങളുടെ ഏറ്റുമുട്ടലാണ്. ഇസ്രായേൽ ഗുണനിലവാരത്തിലും നൂതനമായ ഇന്റലിജൻസിലും വിശ്വസിക്കുമ്പോൾ ഇറാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ അതിബൃഹത്തായ ഉൽപ്പാദനശേഷിയിലാണ്. ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകളിലൂടെ ശത്രുവിന്റെ കോടികൾ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ഇറാന് സാധിക്കുന്നു എന്നുള്ളിടത്താണ് വിജയം ഒളിഞ്ഞുകിടക്കുന്നത്. ആകാശത്തെ ഈ അദൃശ്യയുദ്ധത്തിൽ ആരാണ് യഥാർത്ഥ വിജയി? ഇറാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് അതിന്റെ അതിജീവന ശേഷി കൊണ്ടാണ്. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കയുടെ അത്യാധുനിക RQ-170 സെന്റിനൽ ഡ്രോൺ പിടിച്ചെടുത്ത് അത് വിജയകരമായി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത ഇറാന്റെ ബുദ്ധിശക്തി നിസ്സാരമല്ല. ഇത് സെയ്ഗെ, ഷാഹേദ് 171 എന്നീ കരുത്തുറ്റ ഡ്രോണുകളുടെ വികസനത്തിലേക്ക് നയിച്ചു. ഇറാന്റെ മൊഹാജർ 6 ഒരു തന്ത്രപരമായ അത്ഭുതമാണ്. 12 മണിക്കൂർ തുടർച്ചയായി പറന്ന് നിരീക്ഷണം നടത്താനും കൃത്യമായ ആക്രമണം നടത്താനും ഇതിന് ശേഷിയുണ്ട്. ഇറാന്റെ വ്യാവസായിക മികവ് തെളിയിച്ചുകൊണ്ട് ഈ ഡ്രോണുകൾ ഇന്ന് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇറാന്റെ ഏറ്റവും മാരകമായ ആയുധം ഷാഹിദ് 136 ആണ്. വെറും $20,000 മാത്രം വിലയുള്ള ഈ കൊച്ചു ഡ്രോണുകൾ 2500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു ചാവേറിനെ പോലെ ഇടിച്ചിറങ്ങും. ഇസ്രായേലിന്റെ അയൺ ഡോമിലെ ഒരു മിസൈലിന് $50,000 വില വരുമ്പോൾ അതിനേക്കാൾ പകുതി വിലയുള്ള 100 കണക്കിന് ഷാഹിദ് ഡ്രോണുകളെ ഒരേ സമയം അയച്ച് ഇസ്രായേലിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ഇറാന് സാധിക്കുന്നു. ഈ സാമ്പത്തിക അസമത്വമാണ് ഇസ്രായേലിനെ ഇരുമ്പ് ബീം പോലുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആഗോള ഡ്രോൺ വിപണിയുടെ 60% കൈയടക്കി വച്ചിരിക്കുന്ന വൻശക്തിയാണ്. അവരുടെ ഹെറോൺ TP ആകാശത്തെ ഒരു ഭീമനാണ്. 45,000 അടി ഉയരത്തിൽ 30 മണിക്കൂർ പറക്കാൻ ഇതിന് കഴിയും. 1000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ ദീർഘദൂര ദൗത്യങ്ങളിൽ അപരാജിതനാണ്. ഇസ്രായേലിന്റെ ഹാരോപ്പ് എന്ന ഡ്രോൺ ശത്രുവിന്റെ റഡാർ സിഗ്നലുകളെ വേട്ടയാടി നശിപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായ വേട്ടക്കാരനാണ്. ലക്ഷ്യമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ സുരക്ഷിതമായി താവളത്തിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഹാരോപ്പ് ഇസ്രായേലിന്റെ സ്വയംഭരണ ശേഷി വിളിച്ചോതുന്നു. എൽബിറ്റ് സിസ്റ്റംസിന്റെ ഹെർമിസ് 900 ഇസ്രായേൽ വ്യോമസേനയുടെ നട്ടെല്ലാണ്. ഇസ്രായേൽ തങ്ങളുടെ ഡ്രോണുകളിൽ കൃത്രിമ ബുദ്ധി സംയോജിപ്പിച്ച് ലക്ഷ്യങ്ങൾ കൂടുതൽ കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉൽപ്പാദനത്തിന്റെ എണ്ണത്തിലാണ്. ജർമ്മനിയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ കുറഞ്ഞ ചിലവിലുള്ള സാങ്കേതികവിദ്യ ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികൾക്ക് നൽകി തങ്ങളുടെ സ്വാധീനമുറപ്പിക്കുന്നു. ഗുണനിലവാരവും എണ്ണവും തമ്മിലുള്ള ഈ വടംവലിയിൽ ആകാശത്തിന്റെ ഭാവി ആരുടെ കയ്യിലായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഈ ഡ്രോൺ യുദ്ധം വെറുമൊരു ആയുധ പോരാട്ടമല്ല, മറിച്ച് മാനവരാശിയുടെ യുദ്ധചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. ഇസ്രായേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയെ തങ്ങളുടെ അണഞ്ഞ ഡ്രോൺ കൂട്ടങ്ങളിലൂടെ നേരിടാൻ കാണിക്കുന്ന ഇറാന്റെ ആർജവം ലോകത്തെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ നേടിയെടുത്ത ഈ കരുത്ത് അവരെ ഡ്രോൺ ലോകത്തെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. ആകാശത്തിന്റെ ഭാവി ഇനി നിർണയിക്കപ്പെടുക റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ അദൃശ്യ വിമാനങ്ങളിലൂടെ ആയിരിക്കും. സാങ്കേതികതയുടെയും അതിജീവനത്തിന്റെയും ഈ പോരാട്ടത്തിൽ ഇസ്രായേലും ഇറാനും ആകാശത്ത് പുതിയ അതിരുകൾ രചിക്കുകയാണ്. നിഗൂഢതകളും ആകാംക്ഷയും നിറഞ്ഞ ഈ ഡ്രോൺ യുദ്ധം ആഗോള പരിസ്ഥിതിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കും.